ഹലോ ഫ്രണ്ട്സ്, ഞായറാഴ്ച വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞങ്ങളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ജിനോക്കുട്ടിക്ക് സ്കൂൾ തുറക്കണതിന് മുന്നത്തെ ദിവസമാണിന്ന്. ഫസ്റ്റ് നമുക്ക് യൂണിഫോം വാങ്ങാൻ പോവാ. നാളെ ജിനോക്ക് സ്കൂൾ തുറക്കാണ്. അപ്പോൾ നാളേക്ക് ഇടാനുള്ള യൂണിഫോം വാങ്ങാൻ പോവാം. തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഷർട്ട് കഴിഞ്ഞ പോലത്തെ ഉണ്ട്, കാരണം LKGയിലും UKGയിലും ഒരു യൂണിഫോമാണ്. അപ്പോൾ ഷർട്ട് അത് മതി, പക്ഷേ നിക്കറിന് അര ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, വാങ്ങാൻ പോവാം. അപ്പോൾ അവൻ്റെ നിക്കർ നമ്മൾ തയ്ക്കാൻ കൊടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് തയ്ച്ച് കിട്ടിയെങ്കിലും ആരും ഇത്തിരി ലൂസായിപ്പോയി. നിക്കർ മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ സ്കൂൾ തുറക്കുകയാണ്, അപ്പോൾ ഞാനൊന്ന് മുടിയൊക്കെ വെട്ടി കുട്ടപ്പനാക്കാമെന്ന് കരുതി. പക്ഷേ അവൻ്റെ മെയിൻ ഉദ്ദേശം ബീച്ചിൽ പോകാനുള്ളതായിരുന്നു. ആളെ വീട്ടിൽ നിന്ന് കപ്പൊക്കെ എടുത്തിറങ്ങി. പക്ഷെ ഞാൻ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഇതിലൊന്നും അല്ല കേട്ടോ, കാരണം നല്ല മഴക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് മുടി വെട്ടാൻ പോകണം. പിന്നെ മുടി വെട്ടാൻ പോണം. ഫസ്റ്റ് ഏട്ട ആ സ്ഥലല്ലേ നിക്കർ വാങ്ങുന്ന സ്ഥലം, അങ്ങോട്ട് പോവാം. പിന്നെ ബീച്ചിൽ പോവാ, ജിനോന്റെ മുടിയും വെട്ടാ. ഓക്കെ. അപ്പൊ നമ്മള് പുളിഞ്ചോറിലുള്ള ആപ്റ്റസ് എന്ന് പറഞ്ഞ ബാബുരാജേട്ടൻ്റെ കടയിലേക്കാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ജിനോക്കുട്ടിയുടെ യൂണിഫോം തയ്ച്ചത് ഈ ചേട്ടനാണ്. നന്നായിട്ട് തയ്ക്കും, പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ തയ്ച്ചപ്പോൾ അര ഇത്തിരി ലൂസായി പോയി. അപ്പോൾ സ്കൂൾ തുറക്കണതിന് മുന്നേ തരണം എന്ന് പറയായിരുന്നു. ഞാൻ നാളെ തന്നെ പക്ഷെ നല്ല ചേട്ടനാട്ടോ, ആ ചേട്ടൻ നാളെ തന്നെ തരാമെന്ന് പറഞ്ഞു. ജിനോക്കുട്ടിക്ക് സിബൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ എല്ലാം പറഞ്ഞ് അതേപോലൊക്കെ ആ ചേട്ടൻ തയ്ച്ചു തന്നു. ഇതേ അടുത്ത് ജിനോ പറഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ പോവാണ്. ആള് ബീച്ചിൽ പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ കപ്പൊക്കെ എടുത്തു. പക്ഷെ ഞാൻ സാധാരണ ബീച്ചിൽ പോകുമ്പോൾ ഇവൻ നനഞ്ഞ് കുളിക്കും. അപ്പോൾ കഴുകാൻ വേണ്ടി ബോട്ടിൽ വെള്ളം എടുക്കും, തോർത്തെടുക്കും, നനഞ്ഞ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഒരു കിറ്റ് എടുക്കും. ഇത്തവണ ഒന്നും എടുത്തില്ല, കാരണം ഞാൻ ബീച്ചിൽ പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിലേ വന്നതല്ല. പിന്നെ അവൻ പറഞ്ഞല്ലേ നിർത്തി വന്നു. അടുത്തത് ഇത് കപ്പെടുത്ത് കൊടുത്തു ഞാൻ. ആക്കപ്പം സന്തോഷമായി. അപ്പം ഞാൻ പറഞ്ഞു കപ്പിൽ മണ്ണെടുത്ത് കളിച്ച വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആളതല്ല. ആക്കി ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ട് പിന്നെ ചില ബീച്ചിൽ ഞങ്ങൾ പോണോടത്തൊക്കെ കുഞ്ഞു കുഞ്ഞു കുഴിയാക്കിയിട്ട് കരിക്കാച്ചി ഞണ്ടുകളുണ്ടാവും. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവർ പോണത് ഇവന് കാണാൻ പറ്റും. നമ്മളവിടെ ചെന്നപ്പോൾ വൈകുന്നേരമായി. അവിടുത്തെ ഒരു കുട്ടിയുടെ കുഞ്ഞുവാവയുടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായി. നല്ല രസമായിരുന്നു. നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളതേ ബീച്ചിലെത്തി. അപ്പോൾ അവനെ വെള്ളത്തിൽ കളിക്കണം എന്നായി, വെള്ളം വേണം എന്നായി. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അച്ഛനെ വിളിക്കാനായിട്ട് ഓടിയേട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവൻ അച്ഛനെ വിളിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ രണ്ടുപേരും കൂടി വെള്ളത്തിൽ പോയി നനഞ്ഞു കുളിക്കും. പറഞ്ഞതുപോലെ തന്നെ ഏട്ടൻ്റെ ഷൂ ഒക്കെ നനഞ്ഞു. പിന്നെ ഏട്ടൻ ഇറങ്ങൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനിറക്കിയാലും ശരിയാവില്ല, കാരണം ഈ മഴയൊക്കെ പെയ്യുന്നതിനും തിരമാല കൂടുതലാണ്. കാരണം നമുക്ക് തന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇറങ്ങി ഓരോ പ്രാവശ്യം എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പ്രാവശ്യവും ഞാൻ പോയി കപ്പിൽ വെള്ളം എടുക്കാൻ തുടങ്ങി. ഒരു കപ്പ് വെള്ളം എടുത്താൽ ഇവനെന്ത് ചെയ്യും, ഒറ്റയടിക്കത് ഒഴിച്ച് കളയും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം എടുത്ത അവശതയായിട്ടോ. അപ്പം ഞാൻ ഉടുപ്പൊക്കെ നനയാണ്ട് ഇത് എടുത്തെടുത്തെടുത്ത അവശതയായി. പക്ഷെ എന്ത് ചെയ്യാനാ, എടുത്ത് കൊടുത്തില്ലേലും വിഷമാവും. അവനത് അങ്ങനെ തന്നെ കമത്തി കളയും. അന്ന് ഈ ബീച്ചിൽ അങ്ങനെ കരിക്കാച്ചി ഞണ്ടോ ശംഖോ ഒന്നും കാണാനില്ല. അപ്പം ഞാൻ മഴക്കാര് കാരണം അവനോട് വേഗം പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങിയിട്ടോ. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് ഇറങ്ങിയോണ്ട് ഞങ്ങൾ മഴ കൊള്ളാണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു കപ്പ് വെള്ളം എടുത്തു. അല്ലെങ്കിൽ അവൻ്റെ കാലിൽ ഞാൻ പറഞ്ഞല്ലോ കുപ്പിയിൽ വെള്ളമൊന്നും എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ കാലിലായ മണ്ണും പിന്നെ നിക്കർ ഇച്ചിരി നനഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കഴുകാൻ വേണ്ടിയിട്ട് ബീച്ചിലെ വെള്ളം അത്ര മോശം വെള്ളമൊന്നും അല്ല കേട്ടോ. ഈ ബീച്ചിൽ നല്ല വെള്ളമാണ്. നമ്മൾ ആ വെള്ളം കൊണ്ട് കാലൊക്കെ കഴുകി അത് കഴിഞ്ഞ് നിക്കർ നനഞ്ഞ ആരാണ് ഞാൻ അവനെ ഇങ്ങനെയും പിടിച്ചിട്ട് പോകണേ, കാരണം എൻ്റെ ഉടുപ്പ് നനയുമല്ലോ. ഞാൻ എവിടെ പോകുമ്പോഴും അവൻ ഒരു ജോഡി ഡ്രസ്സ് എടുക്കും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുള്ള കാരണം നിക്കർ ഇട്ട് കൊടുക്കാൻ പറ്റി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കാരണം ബീച്ചിൻ്റെ അടുത്ത് പുഴയൊക്കെ അടുത്തടുത്തുണ്ട്. നമ്മുടെ ഏത്തായി തന്നെയാണിത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും. കല്യാണത്തിന് മുന്നേ ഏറ്റവും ആദ്യമായിട്ട് എന്നെ ഏട്ടൻ കൊണ്ടുപോകുന്നൊരു സ്ഥലവും കൂടിയാണ്. ഒരുപാട് ഓർമ്മകളാണ്. അന്ന് ഞങ്ങളിരുന്ന സ്ഥലങ്ങളോ ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല, കാരണം കടലിൽ കയറി വരികയാണ്. പിന്നെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് മുടി വെട്ടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് സമയത്ത് കയറിയത് കൊണ്ട് മഴയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ മഴ പെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുടിവെട്ട് കടയിലെത്തി. നമ്മുടെ ചിക്കിങ് വാഴാനപ്പള്ളി പോണ വഴിയിലോ അതിൻ്റെ മുകളിലാണ് ഗ്രൂമേഴ്സ്. സൂപ്പറാണ് കേട്ടോ അവിടുത്തെ ചേട്ടൻ. അടിപൊളിയായിട്ട് മുടി വെട്ടിത്തരും. എപ്പോഴും ഇപ്പം ഞാൻ ജിനോക്കുട്ടിക്ക് സാധാരണ നാച്ചുറൽസിലൊക്കെയാണ് പോണത്. പക്ഷെ നാച്ചുറൽസൊക്കെ പോയി ഭയങ്കര തിരക്കും. ഇതാകുമ്പോൾ അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. സൂപ്പറായിട്ട് മുടി വെട്ടുകയും ചെയ്യും. എന്നിട്ട് ഇവനെ ഓരോ പ്രാവശ്യം ഓരോന്ന് പറയും. അപ്പോൾ ഇടയ്ക്ക് ഇടിമിന്നൽ പോലെ വരയ്ക്കും, സ്റ്റാർ പോലെ വരയ്ക്കും. ഈ തവണ സ്കൂൾ തുറക്കണ കാരണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ
ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല, ഫോട്ടോ ഒക്കെ എടുക്കും, ചുമ്മാ വീഡിയോ ഒക്കെ എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. അവനപ്പോൾ കഷണ്ടി ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഷവർമ്മ കഴിക്കാൻ പോയി. ഷവർമ്മ കാണിക്കാൻ കണ്ടു കഴിഞ്ഞാൽ അവനിപ്പോൾ അത് മുഴുവൻ കഴിക്കണം നമ്മൾ കരുതും. മുഴുവൻ പോയിട്ട് ധൈര്യമായിട്ട് എൻ്റെ മോനെയും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കുക. അവനൊരു കുഞ്ഞിക്കടി കഴിക്കുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ദിവസം വിശേഷങ്ങൾ കഴിഞ്ഞു. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.